ധർമ്മടത്തെ ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പിണറായി മുതിരില്ല എന്നായിരുന്നു CPIM-ലുള്ള പരക്കെയുള്ള സംസാരം എങ്കിൽ ഇപ്പോഴിതാ ആ സംസാരമൊക്കെ മാറി തുടങ്ങിയിരിക്കുന്നു. പിണറായി വിജയൻ വീണ്ടും ധർമ്മടത്ത് 2026 ജനസമ്മതി നേടാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൻ്റെ ആഹ്വാനം കുറിക്കൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ. ധർമ്മടത്ത് കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പറം ദിവാകരനെയാണ് 36,905 വോട്ടുകൾക്ക് പിണറായി വിജയൻ പരാജയപ്പെടുത്തിയതെങ്കിൽ 2021 അദ്ദേഹം 50,220 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ്സുകാരനായിരുന്ന C. രഘുനാഥിനെ, അദ്ദേഹം ഇപ്പോൾ BJP-യിലേക്ക് പോയി, അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തിയത്. പിണറായി വിജയന് കൃത്യമായും ധർമ്മടത്ത് BJP അദ്ദേഹത്തിന് അനുകൂലമായി വോട്ടുകൾ മറിക്കുന്നു എന്നുള്ള ആരോപണം കോൺഗ്രസ് ഇന്നല്ല പണ്ട് മുതലേ പറയാൻ തുടങ്ങിയ ഒരു കാര്യമാണ്. C. രഘുനാഥ് അടക്കം പിന്നീട് BJP-യിൽ പോയത് ഈ അന്തർധാരയുടെ ഭാഗമായിട്ട് തന്നെയാണ് എന്ന് കൃത്യമായി കോൺഗ്രസ് നേതൃത്വം പറയുന്നു. എന്നാൽ ധർമ്മടത്ത് പിണറായി വിജയൻ വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഈസി വാക്ക് ഓവർ നൽകാൻ താൻ ജീവിച്ചിരിക്കെ സമ്മതിക്കില്ല എന്ന് K. സുധാകരൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, K. സുധാകരനാണ് ധർമ്മടത്ത് മത്സരിക്കുന്നതെങ്കിൽ അതൊരു തീ പാറുന്ന പോരാട്ടം തന്നെയായിരിക്കും. K. സുധാകരൻ ഇതിനു മുമ്പും പലതവണ വലിയ നേതാക്കളോട് പോരാടി വലിയ പോരാട്ടം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. CPIM-ന്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണനെ തലശ്ശേരിയിൽ വിറപ്പിച്ചിട്ടുണ്ട്. 20,000-വും 30,000-വും ഒക്കെ ഇന്ന് കിട്ടുന്ന ഭൂരിപക്ഷം നേരെ 5,000-ന് താഴെയാക്കി ചുരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് K. സുധാകരനെ കൊണ്ട്. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് CPIM-ന്റെ ലീഡ് കേവലം 2,000 വോട്ടിൻ്റെ മാത്രമാണ് എന്നുള്ളത് K. സുധാകരൻ്റെ ആധിപത്യം എത്രത്തോളമാണ് എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമാണ്. MV ജയരാജൻ മുട്ടിട്ടടിക്കേണ്ട സാഹചര്യമായി പോയി കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ. ധർമ്മടവും മട്ടന്നൂരും ഒക്കെ ചേരുന്ന, പാർട്ടി ഗ്രാമങ്ങളെല്ലാം ചേരുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം. എന്നിട്ട് പോലും വലിയ തോതിൽ CPIM-ന് വോട്ട് ചോർച്ചയുണ്ടായി. ഇപ്പോൾ CPIM നിലവിൽ സംസാരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. അത് ചർച്ച ചെയ്യുമ്പോൾ CPIM-ന്റെ ജില്ലാ കമ്മിറ്റികൾ കൃത്യമായി പറയുന്ന ഒരു പ്രമേയമുണ്ട്. അതായത്, പാർട്ടി ഗ്രാമങ്ങളിൽ ഉണ്ടാകുന്ന ഈ വോട്ട് ചോർച്ച, അവരുടെ സോളിഡ് വോട്ട് ബാങ്കിലെ നഷ്ടം, അത് കൃത്യമായും എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നത് അവരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കൃത്യമായി പറയട്ടെ, തില്ലങ്കേരിയിലൊക്കെ നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യം, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ തില്ലങ്കേരി ഡിവിഷനിൽ എങ്ങനെയാണ് അത് സംഭവിച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവിടെ CPIM-ന് കുറഞ്ഞ വോട്ടുകൾ BJP-യിലേക്കോ അല്ലെങ്കിൽ BJP-ക്ക് കുറയുന്ന വോട്ടുകൾ CPIM-ലേക്കോ പോകുന്ന ഒരു കാഴ്ച പതിവായി കാണുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും ഇപ്പോൾ വലിയ തോതിൽ സംസാരമുണ്ട്. എന്തു തന്നെയായിരുന്നാലും K. സുധാകരനാണ് ധർമ്മടത്ത് മത്സരിക്കുന്നതെങ്കിൽ പിണറായിയുടെ കിളി പോവും.